ഹലോ ഗൈസ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഫയൽസ് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ചൈനീസ് ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. Xender, ഷെയറിറ്റ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഈ ഷെയറിറ്റ് അതേപോലെ തന്നെ Xender ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനായ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസായ ഫോട്ടോസ്, വീഡിയോസ്, ഡോക്യുമെൻറ്റ്, അങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ഫയൽസ് സെൻഡ് ചെയ്യാം, സ്റ്റോറേജ് ക്ലീൻ ചെയ്യാം. ഇതിനെക്കുറിച്ച് ഗൂഗിളിൻ്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷനായ ഫയൽസ് ബൈ ഗൂഗിൾ എന്നതിലൂടെ സിമ്പിളായി എങ്ങനെ ചെയ്യാം എന്നാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. അപ്പോൾ ആദ്യമായി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി പോയി ഡൗൺലോഡ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, അതുവഴി പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യമായി ഫയൽസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുക. ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇതിൽ 32 GB ആണ് എൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ്. അതിൽ 21.43 GB ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ എത്ര ബാലൻസ് ഉണ്ട്, അതേപോലെ തന്നെ SD കാർഡിൽ എത്ര ബാലൻസ് ഉണ്ട്, എത്ര യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ നമുക്കിതിൽ സിമ്പിളായിട്ട് അറിയാൻ കഴിയും. രണ്ടാമതായിട്ട് ജങ്ക് ഫയൽസ്, അതായത് നമ്മുടെ ഫോണിലുള്ള അൺവാണ്ടഡ് ഫയൽസ്, അതേപോലെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ജങ്ക് ഫയൽസൊക്കെ നമ്മുടെ ഫോണിലുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനും അതേപോലെ അത് എത്ര ഉണ്ടെന്നുള്ള കാര്യം അറിയാനും നമുക്കിത് സിമ്പിളായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഫോണിൽ ജങ്ക് ഫയൽ എന്ന് പറയുന്നത് 455 MB ജങ്ക് ഫയൽസ് എൻ്റെ ഫോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് കൺഫേം ആൻഡ് ഫ്രീ അപ്പ് 455 MB എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ ക്ലീൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതേപോലെ ക്യാൻസൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലീൻ എന്ന് പറയുന്നതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലുള്ള ജങ്ക് ഫയൽസ് ഡിലീറ്റ് ആവുന്നതാണ്, അതേപോലെ ക്ലീൻ ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസും അതേപോലെ ഹാങ്ങും അങ്ങനെയുള്ളതൊക്കെ ആവാനായിട്ടുള്ള സാധ്യത കുറയുന്നതാണ്. അപ്പോൾ അതിന് ശേഷം ഇതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജസോ ഫയൽസോ വീഡിയോസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഒന്നും കിടപ്പില്ല, അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അതിൽ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോൾ നമുക്കറിയാൻ കഴിയും. ഇതിൽ വാട്സപ്പിലെ മീഡിയാസ് നമുക്ക് ഏതൊക്കെ സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മളെ ഫോണിലുള്ള ഫയൽസ്, വീഡിയോസ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇത് സിമ്പിളായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൽ ഡൗൺലോഡ് ചെയ്ത ഫയൽസൊക്കെ നമുക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതൊക്കെ എനിക്ക് ആവശ്യമായിട്ടുള്ള ഫയൽസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന ബ്രൗസ് എന്ന് പറയുന്നൊരു ഫീച്ചറിനെ പറ്റിയാണ്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഫയൽസിൻ്റെ ഡീറ്റെയിൽ ഫുള്ള് നമുക്ക് ഇതിൽ അറിയാൻ കഴിയും. എത്ര ഫയൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എത്ര ഇമേജസ് ഫയലുണ്ട്, അതേപോലെ എത്ര വീഡിയോസ് ഫയലുണ്ട്, ഓഡിയോ ഫയൽ എത്രയുണ്ട്, ഡോക്യുമെൻ്റ് എത്രയുണ്ട് എന്നുള്ള ഡീറ്റെയിലൊക്കെ നമുക്ക് സിമ്പിളായിട്ട് അറിയാൻ കഴിയും. ഇപ്പോൾ ഡൗൺലോഡ് ഫയലിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കതിലുള്ള ഫയൽസ് ഏതൊക്കെയാണെന്നുള്ള അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിത് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ SD കാർഡിലോട്ട് കോപ്പി അല്ലെങ്കിൽ മൂവ് ചെയ്യാം, റീനെയിം ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലെയർ വഴി നമുക്ക് കാണാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഫയൽസിലുള്ള അടുത്തൊരു ഫീച്ചറാണ് ഈ ഷെയർ എന്ന് പറയുന്നത്. അതായത് Xender പോലെ തന്നെ ഒരു ഫയൽ ഒരു ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലോട്ട് ഫാസ്റ്റായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇത് വൈഫൈ, ബ്ലൂടൂത്ത് എനേബിൾ ആക്കിയിട്ടാണ് ഈ ഫീച്ചർ അവൈലബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആപ്ലിക്കേഷനേക്കാളും സെക്യൂർഡായിട്ട് നമുക്ക് ഫയൽ ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ സെൻഡ് ചെയ്യാനായിട്ട് സെൻഡ് എന്ന് പറയുന്ന ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വൈഫൈ എനേബിൾ ആക്കിയാൽ മാത്രമേ ഈ സെൻഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ ഓൺ ആവുകയുള്ളൂ. അതേപോലെ തന്നെ റിസീവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ റിസീവ് എന്ന് പറയുന്ന ഓപ്ഷനൊന്ന് ക്ലിക്ക് ചെയ്യുക. വൈഫൈ ഓണാക്കി നമ്മൾ Xender ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഈ ആപ്ലിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.
നമ്മൾ ഫയൽ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോണിലും ഈ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ ഫയൽസ് സെൻഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.